അച്ഛന്റെ ഗുണ്ടാപ്പടയിൽ ഇപ്പം ആളെണ്ണം കുറവാ. ഇനിയും തണ്ടും തടിയും നോക്കാതെ എടുത്തിയാടി ആ എണ്ണത്തിൽ കുറവ് വരുത്തണോ? എന്നാ പിന്നെ അതൊന്ന് അറിയിച്ചിട്ട് പോയാ മതി. എന്നാ പിന്നെ നീ പിടിച്ചോടാ. ശാലിനി, കൂൾ ഡൗൺ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ? ഇനി കൂടുതൽ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? പോയവര് തിരിച്ചു വരില്ലല്ലോ. ഈശ്വര, ഇവന് ജീവനുണ്ടോടാ? ഉണ്ട് സർ. ആ, എന്നാ ഒന്ന് കാണിച്ച്. ആ, ഉണ്ട്. അപ്പോ സംഗതി പോയിട്ടില്ല. സ്വാമി, അപ്പൊ ഇവന് നല്ല ആയുസുണ്ട്. അത് ഡോക്ടർ ആയതുകൊണ്ടാ. നാളെ മിടുക്കനായ ഒരു ഡോക്ടറായി വരികയാണെങ്കിൽ ഒരുപാട് പേരുടെ ആയുസ് പിടിച്ചു നിർത്തേണ്ട ഒരാളല്ലേ. അപ്പൊ പിന്നെ ഇവൻ ജീവിക്കട്ടെ അല്ലേ? അതെ, എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കട്ടെ. ദേ പൊയ്ക്കോളണം. എന്റെ മകളുടെ കൺവെട്ടത്ത് നിന്റെ നിഴല് പോലും വരാൻ പാടില്ല. സ്വാമി, ഈ പണവും കൊണ്ട് എത്രത്തോളം ദൂരേക്ക് പോകാമോ അത്രത്തോളം ദൂരേക്ക് പോക്കോണം. എത്രത്തോളം ദൂരേക്ക് നീ പോകുന്നോ അത്രത്തോളം നിനക്ക് ആയുസ് കൂടും. കേട്ടല്ലോ? ഇല്ലെങ്കിൽ ഇനി ഒരു പറച്ചിലില്ല. തീർത്ത് കളയൂന്ന് പറഞ്ഞ ഞാൻ അങ്ങ് തീർക്കും. എനിക്ക് വലുത് എന്റെ അഭിമാനവും എന്റെ മക്കളുമാ. അവരുടെ ലൈഫിന് മുകളിൽ കയറി കളിക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. എടാ, നിന്നെ പോലെ ഒരുത്തന് ഏത് വകയിലടാ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തരുന്നത്? എടാ, മാണിക്കോത്ത മരുമകനാകാനുള്ള എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഇനി നിനക്ക് പുറത്തേക്ക് പോണോ? അതിന് മഹേന്ദ്രൻ അവസരം ഉണ്ടാക്കി തരാം. ജോലിയാണെങ്കിൽ അങ്ങനെ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരുങ്ങും. പക്ഷേ കേരളത്തിൽ നീ ഇനി നിൽക്കാൻ പാടില്ല. നിർത്തില്ല ഞാൻ. അവൻ ഒരിടത്തേക്കും പോകുന്നില്ല. അച്ഛാ, ഇത്രയ്ക്ക് ക്രൂരത പാടില്ല. മക്കൾക്ക് വേണ്ടിയല്ലടാ. സർവേശ്വരൻ ക്ഷമിച്ചോളൂ. സർവേശ്വരന് ക്ഷമിച്ചു തരാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ ശിവന് ക്ഷമിച്ചു തരാൻ പറ്റില്ല. ഞാനിവനെ കൊണ്ടുപോകാൻ വന്നതാ. വാടാ. മാറി നിൽക്കടാ അങ്ങോട്ട്. യവനെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മകൻ അച്ഛനെ അടിച്ചു തോൽപ്പിക്കേണ്ടി വരും. ഞാനൊരു ഗുസ്തിക്ക് വന്നതല്ല, പ്രത്യേകിച്ച് അച്ഛനെ തോൽപ്പിക്കാൻ. ചന്ദ്രയുടെ മുന്നിൽ അച്ഛനെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നതാ. അതിനിവൻ അവളുടെ അടുത്തെത്തണം. മക്കളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുമ്പോഴാണ് ആ അച്ഛൻ മക്കളുടെ മുമ്പിൽ ഹീറോ ആവുന്നത്. എന്റെ അച്ഛൻ എന്റെ പെങ്ങളുടെ മുന്നിൽ എപ്പോഴും ഹീറോ ആയിട്ട് നിന്നാ മതി. അതിനുവേണ്ടി ഞാനിവനെ കൊണ്ടുപോവാ. അച്ഛന് വേണമെങ്കിൽ എന്നെ തല്ലാം, ഗുണ്ടകളെ കൊണ്ട് എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കാം. പക്ഷേ അത് ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിക്കും.
ചെറുപ്പം മുതൽ അവൾ എന്താഗ്രഹിച്ച് കരഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുന്നത് അച്ഛനേക്കാൾ മുമ്പേ ഞാനല്ലേ അച്ഛാ. ഇതും ഞാൻ അവൾക്ക് വേണ്ടി ഒന്ന് സാധിച്ചു കൊടുത്തോട്ടെ. മാറ സാരോപദേശം പറഞ്ഞ് നീ എന്നെ ധിക്കരിക്കുകയാണോ അല്ലടാ? അല്ല, മക്കൾക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെയും ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് കാണിക്കുക. നടക്കില്ല ശിവസാറേ. മഹേന്ദ്ര സാറിനെ ധിക്കരിച്ച് സാറങ്ങനെ ആളായി പോകുമ്പോ മഹേന്ദ്ര സാറിനെ കൊച്ചാക്കുന്നതിന് തുല്യമല്ലേ? ഞങ്ങൾക്കത് കുറച്ചില്ല. അച്ഛന്റെ ഗുണ്ടാപ്പടയിൽ ഇപ്പം ആളെണ്ണം കുറവാ. ഇനിയും തണ്ടും തടിയും നോക്കാതെ എടുത്തിയാടി ആ എണ്ണത്തിൽ കുറവ് വരുത്തണോ? എന്നാ പിന്നെ അതൊന്ന് അറിയിച്ചിട്ട് പോയാ മതി. എന്നാ പിന്നെ നീ പിടിച്ചോടാ. ശിവ, വേണ്ട വേണ്ട, വിട്ടേക്ക്. അച്ഛനെ ജയിക്കാൻ വേണ്ടി വന്ന മകനാ. അച്ഛനാണോ മകനാണോ ഈ കളിയിൽ ജയിക്കുന്നതെന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കാടാ നമുക്ക്. വാടാ സ്വാമി, ഇനി ഇവന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കരുതെന്ന് അച്ഛനോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞാല് അത് ധിക്കാരാവും. പക്ഷേ സ്വാമിക്ക് പറയാം. പിന്നെ ഞാനിപ്പോ ഇവനെ ജീവനോടാ കൊണ്ടുപോകുന്നത്. ഇതിപ്പോ ഞാനിവന് കൊടുക്കുന്ന സംരക്ഷണമാ. ഇവന്റെ ജീവൻ ഇവന്റെ കൈകളിലേക്ക് സുരക്ഷിതമായി സംരക്ഷിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പ് എനിക്ക് പാലിച്ചേ വെക്കൂ. ഇനി ഇവന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ച സ്വാമിയായിരിക്കും അകത്തു പോവാ. ഒപ്പം അച്ഛൻ കൂടി ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇവനെ ഉപദ്രവിക്കരുത്.